വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ ഒരു ഇന്ത്യയുമായി ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അതിർത്തികളും മറ്റും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഇന്ത്യക്കകത്ത് പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം തുടങ്ങിയ മലനിരകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം നമുക്കറിയാം, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്, ഏത് ദിശയിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ഏത് അതിരാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറേ അതിരാണ്. ഇതാണ് ഡെക്കാൻ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരാണ് ഇതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരാണ് പശ്ചിമഘട്ടം. ഇനി ഏതിൻ്റെയൊക്കെ ഇടയിലാണ് പശ്ചിമഘട്ടം എന്ന മലനിര ചോദിച്ചാൽ ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? ഒന്ന് ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിക്കും പിന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഉള്ള തീര സമതലം ചോദിച്ചാൽ അതേതാണ്? കൊങ്കൺ തീരമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അറബിക്കടൽ എന്ന് പറയാം അല്ലേ. അപ്പൊ അറബിക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും ഇടയിലുള്ള മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലുള്ള മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടം എത്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു? 1600 കിലോമീറ്ററിലാണ് നീളം. ഈ ഇതാണ് പശ്ചിമഘട്ടത്തിന്റെ നീളമാണ് പറഞ്ഞത്, 1600 കിലോമീറ്റർ. ഇനി ഇത് എവിടെ മുതൽ എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഗുജറാത്തിലെ എവിടെ മുതൽ? താപ്തി നദി മുതൽ, താപ്തി നദീതീരം മുതൽ, താപ്തി നദീതടം മുതൽ, ഗുജറാത്തിലെ താപ്തി നദീതടം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? പശ്ചിമഘട്ടം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കിടക്കുന്നത്? പടിഞ്ഞാറ് ഭാഗത്താണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു മലനിരയാണ് ഇതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഗുജറാത്തിലെ താപ്തി നദി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. എത്ര കിലോമീറ്റർ നീളത്തിലാണ്? 1600 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിര് ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇനി പശ്ചിമഘട്ടത്തിന്റെ നീളം നമ്മൾ പറഞ്ഞു 1600 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്, അതിന്റെ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത് 1,60,000 ചതുരശ്ര കിലോമീറ്റർ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിലൊന്ന് ഏതാണ്? നമുക്കറിയാം ഏറ്റവും അവസാനം വന്നത് എവിടെയാണ്? കന്യാകുമാരി വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട്. ഒന്ന് തമിഴ്നാട്. രണ്ട് നമ്മുടെ ഏതാണ്? കേരളം. തമിഴ്നാട്, കേരളം. പിന്നെ വരുന്നത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇപ്പോൾ ഗുജറാത്തിലെ താപ്തി നദീതടം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത്. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാവുന്നത് പശ്ചിമഘട്ടം വടക്ക് നിന്ന് തെക്കോട്ട് വരുംതോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരത്തിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുകയാണോ ചെയ്യുന്നത്? ഉയരം കുറയുകയാണോ ചെയ്യുന്നത്? അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉയരം കൂടുന്നു. പശ്ചിമഘട്ടം വടക്ക് നിന്ന് തെക്കോട്ട് വരുമ്പോൾ ഉയരം കൂടുന്നു. അതിനൊരു ഉദാഹരണം എന്താന്ന് പറയാം. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത്? ആനമുടി അല്ലേ? ആനമുടി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടുതൽ ആനമുടിയാണ്. അപ്പോൾ ഏത്? പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തല്ലേ. അപ്പോൾ പശ്ചിമഘട്ടം വടക്ക് നിന്ന് തെക്കോട്ട് വരുംതോറും എന്ത് ചെയ്യുന്നു? ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനമുടി നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറഞ്ഞു. ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ എത്രയാണ്? 2,695 മീറ്റർ ആണ്. 2,695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ ഏത് പഞ്ചായത്തിലാണ്? മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഇനി ഏത് താലൂക്കിലെന്ന് ചോദിച്ചാൽ ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത്.
ഉയരം പറഞ്ഞു 2695 മീറ്റർ. എന്നാൽ എത്ര അടിയാണ് ആനമുടിയുടെ ഉയരം? എത്ര അടിയാണെന്ന് ചോദിച്ചാൽ 8842 അടിയാണ്. 8842 അടിയാണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. എന്നാൽ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആയിട്ട് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? മീശപ്പുലിമലയാണ്. മീശപ്പുലിമല അതും ഇവിടെ തന്നെയാണ്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മീശപ്പുലിമല. മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്റർ ആണ്. മീശപ്പുലിമല 2640 മീറ്റർ. അപ്പോൾ പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞത് വടക്ക് നിന്ന് തെക്കോട്ട് വരുന്തോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നെന്ന് പറഞ്ഞു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം അടിയിൽ പറയുകയാണെങ്കിൽ 8842 അടിയാണ്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്താണ്. താലൂക്ക് ചോദിച്ചാൽ അതേതാണ്? ദേവികുളം താലൂക്കാണ്. ഇനി നമുക്കറിയാം പശ്ചിമഘട്ടത്തെ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് എന്താണ്? സഹ്യാദ്രി. സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് ഏതാണ്? പശ്ചിമഘട്ടമാണ്. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നതും പശ്ചിമഘട്ടമാണ്. ഇനി നമ്മളവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തുടർച്ചയായ മലനിരയാണ്. തുടർച്ചയായ ഒരു മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ഗ്യാപ്പ് വരുന്നത് പാലക്കാടാണ്. പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് എന്തിനൊക്കെയാണ്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടം ഒരു തുടർച്ചയായ മലനിരയാണ്, അത് ഓർമ്മിക്കുക. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് പ്രധാനപ്പെട്ട പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് പറയുന്നത്. അതിൽ എന്താണ്? മഹാരാഷ്ട്രയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ചുരങ്ങളിൽ ഒന്ന് ബോർഘട്ട് ചുരം. ബോർഘട്ട് ചുരം മഹാരാഷ്ട്രയിലാണ് ബോർഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഘട്ട് ചുരം. മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഘട്ട് ചുരം. മറ്റൊന്നാണ് താൽഘട്ട് ചുരം. താൽഘട്ട് ചുരം ഇത് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നാസിക്കിനെയുമാണ്. മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താൽഘട്ട് ചുരം. മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോർഘട്ട് ചുരം. പ്രധാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ 2 ചുരങ്ങളാണ്. അതായത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന 2 ചുരങ്ങളാണ് പറഞ്ഞത്. ഒന്ന് താൽഘട്ട് ചുരം, 2 ബോർഘട്ട് ചുരം. ഇത് 2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചുരമാണ് ഏതെന്ന് പറയുന്നത്? പാലക്കാട് ചുരം. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരവും ഏത് തന്നെയാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? പാലക്കാട് ചുരം. ഇനി 1-2 കേരളത്തിലെ ചുരങ്ങളുടെ നമുക്ക് ഓർമ്മിക്കാം. അതിൽ ആദ്യം വരുന്നത് ഏതാണ്? താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്നറിയപ്പെടുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? താമരശ്ശേരി ചുരം. ഈ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? കോഴിക്കോടിനെയും മൈസൂറിനെയും. അപ്പോൾ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയാണ്. ഇനി മറ്റൊരു ചുരമാണ് പെരിയഘട്ട് ചുരം. പെരിയഘട്ട് ചുരം അത് ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെയാണ്? മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയഘട്ട് ചുരം. ഇപ്പൊ 2 ചുരങ്ങൾ പറഞ്ഞു. ഒന്ന് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയുമാണ്. രണ്ടാമത് പറഞ്ഞ ചുരമാണ് ഇതെന്ന് പറയുന്നത് പെരിയഘട്ട് ചുരം. പെരിയഘട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂറിനെയുമാണ്. ഇനി മറ്റൊരു ചുരമാണ് പാൽ ചുരം. പാൽ ചുരം അത് ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും വയനാടിനെയുമാണ്. കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? പാൽ ചുരം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ചുരമാണ് ബോഡി നാക്യന്നൂർ ചുരം. ഏതാണ്? ബോഡി നാക്യന്നൂർ ചുരം. ബോഡി നാക്യന്നൂർ ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നാക്യന്നൂർ ചുരം. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നാക്യന്നൂർ ചുരം. പിന്നെ വരുന്നത് പാലക്കാട് ചുരം പറഞ്ഞു. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം. പിന്നെ മറ്റൊരു ചുരമാണ് എന്ന് പറയുന്നത് നമ്മുടെ ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? കൊല്ലത്തെയും ചെങ്കോട്ടയെയും, അതായത് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 1-2 ചുരങ്ങളാണ് പറഞ്ഞത്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ആറമ്പാടി ചുരമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ആറമ്പാടി ചുരം, അല്ലെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ആലുവാമൊഴി ചുരം എന്ന് പറയാം. ആറമ്പാടി ചുരം അല്ലെങ്കിൽ ആലുവാമൊഴി ചുരം തിരുനെൽവേലിയെയും തിരുവനന്തപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആറമ്പാടി ചുരം. അത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ്. PSC ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏത്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. ആലട്ടി ചുരം.
എന്താണ് കുറച്ച് ചുരങ്ങളാണ് നമ്മളിവിടെ ഓർമ്മിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? പശ്ചിമഘട്ടമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പ്രധാനപ്പെട്ട നദികളെല്ലാം കേരളത്തിലെ ഒട്ടുമിക്ക നദികളെല്ലാം എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ 44 നദികളുണ്ട്. 41 ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് ഒഴുകുന്നു, 3 കിഴക്കോട്ടേക്ക് ഒഴുകുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഇനി പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നു ചോദിച്ചാൽ എന്നാണ്? 2012 ജൂലൈ 1 2012 ജൂലൈ 1 പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്കിവിടെ ഓർമ്മിക്കേണ്ടത് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കമ്മിറ്റി നമുക്കറിയാം ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അതിൽ ഒന്നാമത്തെ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയമിക്കുന്ന വർഷം 2010 2010 അപ്പോയിന്റ് ചെയ്യുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇതെന്താണ്? നമ്മുടെ കേന്ദ്രം നിയോഗിച്ച കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ. ഇനി രണ്ടാമത്തേതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്ന കമ്മിറ്റി ഏതാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. വർഷം 2012. ഇനി പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഉമ്മൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനുള്ള 3 കമ്മിറ്റികൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, 2 കസ്തൂരി രംഗൻ കമ്മിറ്റി, 3 ഉമ്മൻ കമ്മിറ്റി. ഇപ്പോൾ നമ്മളാണ് പശ്ചിമഘട്ടത്തെ കുറിച്ച് ചെറിയൊരു പോയിന്റ്സ് ആണ് ഇവിടെ എന്തെന്നത് പറഞ്ഞത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഒരു ബയോസ്ഫിയർ ആണ് ഇതെന്ന് പറയുന്നത് അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. അഗസ്ത്യമല. ഈ അഗസ്ത്യമലയുടെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 1868 മീറ്റർ ആണ്. 68 എന്നും 69 എന്നും പറയുന്നുണ്ട്. 1868 അല്ലെങ്കിൽ 69 മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടം അല്ല, നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏതെന്ന് പറഞ്ഞു? പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്ന പൂർവ്വഘട്ടമാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഏത് ഭാഗത്തായിട്ടാണ് പൂർവ്വഘട്ടം വരുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കിഴക്ക് ഭാഗത്താണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പൂർവ്വഘട്ട മലനിരകൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായ മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു. എന്നാൽ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് തുടർച്ചയില്ലാത്ത മലനിരകളാണ് ഇതെന്ന് പറയുന്നത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഉപദ്വീപീയ നദികൾ, നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളെല്ലാം മുറിച്ചു കടക്കുന്നത് പൂർവ്വഘട്ടത്തിലൂടെയാണ് മുറിച്ചു കടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഈ പൂർവ്വഘട്ടത്തിന് തുടർച്ച നഷ്ടപ്പെടുന്നു. പൂർവ്വഘട്ടത്തിന് തുടർച്ചയില്ല എന്ന് നമുക്ക് പറയാം. ഇനി പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ഇടയ്ക്കാണ്? ഒന്ന് നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ പറയാം, പിന്നെ ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിക്കും പിന്നെ ഏതാണ്? ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇതെന്ന് പറയുന്നത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഇനി പൂർവ്വഘട്ടം എവിടെ മുതൽ എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഒഡീഷയിലെ മഹാനദീതടം മുതൽ നീലഗിരി വരെയാണ്. ഏത് വ്യാപിച്ചു കിടക്കുന്നത്? പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. ഒഡീഷയിലെ മഹാനദീതടം മുതൽ നീലഗിരി വരെ, തമിഴ്നാട്ടിലെ നീലഗിരി വരെയാണ് ഏത് വ്യാപിച്ചു കിടക്കുന്നത്? പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ നീലഗിരിയുടെ പറഞ്ഞ സ്ഥിതിക്ക് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്നത് നീലഗിരിയിൽ വെച്ചിട്ടാണ്. നീലഗിരി എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ഇനി എത്ര കിലോമീറ്റർ ആണ് വ്യാപിച്ചു കിടക്കുന്നത്? നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ നീളം. 800 കിലോമീറ്റർ. എന്നാൽ പശ്ചിമഘട്ടം എത്രയാണ്? ഇതിന്റെ ഇരട്ടിയാണ്. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം. പൂർവ്വഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. ഇനി ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടം വടക്ക് നിന്ന് തെക്കോട്ട് വരുംതോറും എന്ത് ചെയ്യുന്നു? ഉയരം കൂടി വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് പൂർവ്വഘട്ടത്തിന്റെ ഉയരം എന്താണ്? കുറവാണ്. പൂർവ്വഘട്ടത്തിന്റെ ഉയരം പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് കുറവാണ്. എന്നാൽ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജിന്താഘട്ടയാണ്.
ജിന്താഘട്ട ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്താഘട്ട എന്ന് പറയുന്നത്. ഇത് എത്ര മീറ്ററാണ് ഉയരം? 1690 മീറ്ററാണ് ഇതിന്റെ ഉയരം. ജിന്താഘട്ടയുടെ ഉയരം 1690 മീറ്റർ ആണ്. എന്നാൽ പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത്? മഹേന്ദ്രഗിരി. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. മഹേന്ദ്രഗിരി അതിന്റെ ഉയരം എന്ന് പറയുന്നത് 1654 മീറ്റർ ആണ്. തമിഴ്നാട്ടിലും ഒഡീഷയിലും ഒക്കെ ആയിട്ട് മഹേന്ദ്രഗിരി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അപ്പോൾ മഹേന്ദ്രഗിരി ഈ പറഞ്ഞത് തമിഴ്നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഘട്ട ആന്ധ്രാപ്രദേശിലാണ്. 1690 മീറ്ററാണ് അതിന്റെ ഉയരം എന്ന് പറഞ്ഞു. ഇനി പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മഹേന്ദ്രഗിരിയാണ്. 1654 മീറ്ററാണ് മഹേന്ദ്രഗിരിയുടെ ഉയരം. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് ദോഡാബേട്ട എന്ന് പറയുന്ന ഒരു കൊടുമുടിയാണ്. നീലഗിരിയിലെ ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ഇതെന്ന് പറയുന്നത് ദോഡാബേട്ട. ദോഡാബേട്ട നീലഗിരിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബേട്ട കൊടുമുടി. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 2637 മീറ്റർ ആണ്. 2637 മീറ്റർ ആണ് ദോഡാബേട്ടയുടെ ഉയരം. നീലഗിരി പർവ്വതനിരയിലാണ് ഏത് വരുന്നത്? ദോഡാബേട്ട വരുന്നത്. ഇനി നീലഗിരിയിൽ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഊട്ടി എന്ന് പറയുന്നത് അല്ലേ? ഊട്ടി തെക്കേ ഇന്ത്യയിലെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. അതുപോലെ തന്നെ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഏതാണ്? ഊട്ടിയാണ്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. ഊട്ടി അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയാം? ഉദകമണ്ഡലം. ഉദകമണ്ഡലം ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം. മുമ്പ് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ് ഉൾപ്പെടുന്നത്? അത് പളനി മലകളിലാണ്. പളനി മലയിലാണ് ഏത് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നീലഗിരി കുന്നിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഊട്ടി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദകമണ്ഡലം. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊട്ടിയാണ്. നമ്മൾ പറയുന്നത് ഏതാണ്? നീലഗിരിയാണ് പറഞ്ഞത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് വന്ന് ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? നീലഗിരിയിൽ വെച്ചിട്ടാണ്. നീലഗിരി തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. നീലഗിരിയിലെ ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ടയാണെന്ന് പറഞ്ഞു. 2637 മീറ്റർ ആണ്. പിന്നെ പറഞ്ഞത് ഏതാണ്? നീലഗിരിയിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. തെക്കേ ഇന്ത്യയിലെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊട്ടിയാണ്. ഇനി ഈ പൂർവ്വഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് എന്താണ് കൊടുമുടികളാണ് പറയുന്നത്. മറ്റൊരു കൊടുമുടിയാണ് ജാവടി കുന്നുകൾ. ഏതാണ്? ജാവടി കുന്നുകൾ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാവടി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. മറ്റൊന്ന് പാൽക്കൊണ്ടമല. പാൽക്കൊണ്ടമല ആന്ധ്രാപ്രദേശിലാണ് പാൽക്കൊണ്ടമല സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നല്ല മല സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൊടുമുടികളാണ് പറഞ്ഞത്. ഒന്ന് നീലഗിരി നമ്മൾ പറഞ്ഞു. 2 ജാവടിക്കുന്ന് തമിഴ്നാട്ടിലാണ്. പിന്നെ പറഞ്ഞത് പാൽക്കൊണ്ടമല ആന്ധ്രാപ്രദേശ്, നല്ല മല ആന്ധ്രാപ്രദേശ്. ഇനി നീലഗിരി പറഞ്ഞപ്പോൾ പറയേണ്ട ഒന്നാണ്, നീലഗിരിയിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളുടെ അറിയപ്പെടുന്ന പേരാണ് തോടർ. തോടർ എന്ന ആദിവാസി വിഭാഗമാണ് നീലഗിരി കുന്നുകളിൽ എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. തോടർ എന്ന ആദിവാസി വിഭാഗമാണ് നീലഗിരി കുന്നുകളിൽ വസിക്കുന്നത്. എന്താണ്? പൂർവ്വഘട്ടമാണ് നമ്മൾ പറഞ്ഞത്. പൂർവ്വഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് പൂർവ്വഘട്ടത്തിന് ഉയരം എന്താണ്? കുറവാണെന്ന് പറഞ്ഞു. ഇനി പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. നമ്മൾ പൂർവ്വഘട്ടം കടന്നു പോകുന്ന സ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. പൂർവ്വഘട്ടം കടന്നു പോകുന്ന സ്റ്റേറ്റുകളുടെ എണ്ണം 5 ആണ്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് തമിഴ്നാട്. പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് തമിഴ്നാട്. 2 ഏതാണ്? തെലങ്കാന. പിന്നെ ഏത് വരുന്നുണ്ട്? കർണാടക വരുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, തെലങ്കാന. പിന്നെ ഏതാണ് വരുന്നത്? ആന്ധ്ര, ഒഡീഷ. ഇങ്ങനെ 5 സ്റ്റേറ്റ് കൂടിയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ. ഇങ്ങനെ 5 സ്റ്റേറ്റ് കൂടിയാണ് പൂർവ്വഘട്ടം കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ് വരുന്നത്? ആന്ധ്രാപ്രദേശാണ് വരുന്നത്. പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതേസമയം പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം അതെവിടെയാണ്? കർണാടകയിലാണ്. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കർണാടകയിലും പൂർവ്വഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശിലുമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമാണ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഉപദ്വീപീയ നദികൾ നോക്കാം. ഉപദ്വീപീയ നദികൾ പ്രധാനമായിട്ടും 6 ഉപദ്വീപീയ നദികളാണുള്ളത്. അതിൽ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്.
തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ചോദിച്ചാലും അതേതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികൾ അതിൽ ആദ്യം വരുന്നത് നമുക്ക് ഏറ്റവും വടക്കുന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്ന ഉപദ്വീപീയ നദിയാണ് ഏതെന്ന് പറയുന്നത്? നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ ഏറ്റവും വടക്കുള്ള ആദ്യത്തെ ഉപദ്വീപീയ നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ നമുക്കറിയാം മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദയുടെ നീളം എന്ന് പറയുന്നത് 1312 കിലോമീറ്റർ ആണെന്നും അറിയാം. 1312 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളം. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഇവിടെ നിന്ന് അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും ഏതാണ്? നർമ്മദയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ നർമ്മദയാണ്. ഇനി തൊട്ട് താഴേക്ക് വരുമ്പോൾ അടുത്ത് വരുന്ന നദിയാണ് ഇതെന്ന് പറയുന്നത് താപ്തി എന്ന് പറയുന്നത്. താപ്തി മധ്യപ്രദേശിലെ മുൾത്തായി പീഠഭൂമിയിൽ നിന്നുമാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? താപ്തി നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ മുൾത്തായി പീഠഭൂമിയിൽ നിന്നുമാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ രണ്ട് നദികളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നർമ്മദ നദിയാണ് പറഞ്ഞത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വടക്ക് ആദ്യം വരുന്നത് ഏതാണ്? നർമ്മദയാണ്. 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ നീളം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ചോദിച്ചാൽ അത് നർമ്മദയാണ്. ഈ നർമ്മദയുടെ പഴയ പേരാണ് രേവ എന്ന് പറയുന്നത്. നർമ്മദയുടെ പഴയ പേരാണ് രേവ. അതേപോലെ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന രണ്ട് ഉപദ്വീപീയ നദികൾ ഏതെന്ന് ചോദിച്ചാൽ നർമ്മദയും താപ്തിയുമാണ്. പടിഞ്ഞാറേക്ക് ഒഴുകുന്ന രണ്ട് ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പോൾ ഇത് പതിക്കുന്നത് എവിടെയായിരിക്കും? അറബിക്കടലിലായിരിക്കും. പതനം അറബിക്കടലിലാണ്. നർമ്മദയുടെയും താപ്തിയുടെയും പതനം ചോദിച്ചാൽ അത് അറബിക്കടലാണ്. ഇനി നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് ഇതെന്ന് പറയുന്നത് സത്പുര പർവ്വതനിര. സാത്പുര സ്ഥിതി ചെയ്യുന്നത് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലാണ്. ഇനി അടുത്ത് വരുന്ന മറ്റൊരു നദിയാണ്, മറ്റൊരു ഉപദ്വീപീയ നദിയാണ് പറയുന്നത്. ഏതാണ്? മഹാനദിയാണ്. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദി എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടൊഴുകി എവിടെ ചേരുന്നു? ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഇനി മറ്റു ഒരു നദിയാണ് ഇത് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നുമാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറ്റൊരു നദിയാണ് കൃഷ്ണ നദി. അതും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നദിയാണ് ഇത് നമ്മുടെ കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരി നദി. കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. അങ്ങനെ പ്രധാനപ്പെട്ട 6 ഉപദ്വീപീയ നദികളാണുള്ളത്. ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞ നർമ്മദയാണ്. നർമ്മദ, താപ്തി ഇവ രണ്ടും പടിഞ്ഞാറേക്കാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ട് ഉപദ്വീപീയ നദികൾ ചോദിച്ചാൽ അത് നർമ്മദയും താപ്തിയുമാണ്. പിന്നെ പറഞ്ഞത് ഏതാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതിൽ കാവേരി എവിടേക്കാണ്? കാവേരി മൂന്ന് സ്റ്റേറ്റിൽ കൂടി ഒഴുകുന്നുണ്ട്. ഏതിൽ കൂടെയൊക്കെയാണ്? ഒന്ന് എവിടെ? കർണാടക, പിന്നെ ഏതാണ്? കേരളം, പിന്നെ തമിഴ്നാട്. കാവേരിയുടെ പ്രധാനപ്പെട്ട 3 പോഷക നദികൾ എവിടെയാണ്? കേരളത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കാവേരിയിലാണ് പതിക്കുന്നത്. കാവേരി എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാലും ഏതൊക്കെ തന്നെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ വയനാട്. ഭവാനി ഒഴുകുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. പിന്നെ ഏതാണ്? പാമ്പാർ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അതേതാണ്? ഇടുക്കി ജില്ലയാണ്. ഇനി കേരളത്തിലെ നദികൾ നമുക്ക് അറിയാം. 44 നദികളാണ് കേരളത്തിലുള്ളതെന്ന് നമുക്കറിയാം. ഇതിലെ 200 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 2ആണ്. ഏതൊക്കെയാണ്? ഭാരതപ്പുഴയും പെരിയാറും. ഏറ്റവും വലിയ നദി, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അതേതാണ്? പെരിയാറാണ്. എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. അപ്പോൾ കേരളത്തിൽ 200 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 2ആണ്. 244 കിലോമീറ്റർ ഉള്ള പെരിയാറും 209 കിലോമീറ്റർ ഉള്ള ഭാരതപ്പുഴയും. ഇനി 100 കിലോമീറ്ററിൽ കൂടുതലുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ അതേതാണ്? 11 നദികളാണ്. 100 കിലോമീറ്ററിൽ കൂടുതൽ
നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ്. എത്ര നദികളാണ് ഒഴുകുന്നത്? 12 നദികളാണ് ഒഴുകുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി, കേരളത്തിലെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉപദ്വീപീയ നദികളും കേരളത്തിലെ 1-2 നദികളുമാണ് ഓടിച്ച് പറഞ്ഞത്. എന്താണ്, ഇതൊരു വളരെ ചെറിയ ക്ലാസ് ആണ്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം തുടങ്ങിയ മലനിരകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് എല്ലാവരും കാണണം. താങ്ക് യു.